ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉഷ ബാലകൃഷ്ണൻ, ഒരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പെൻഷൻ പദ്ധതികൾ. നിങ്ങൾക്കറിയാം, LIC എന്ന് പറയുന്നത് കുറച്ചൊക്കെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനമാണ്. കാരണം അതൊരു ഗവൺമെൻറ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ ജനങ്ങൾക്ക് പ്രതിബദ്ധതയായിട്ടുള്ള പോളിസികളാണ് കൊണ്ടുവരുന്നത്, അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്. നമ്മുടെ ലാഭം മാത്രം നോക്കിയിട്ടുള്ള പോളിസികളല്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ പദ്ധതികൾ ഒരു 50 വയസ്സൊക്കെ കഴിയുന്നവർക്ക്, കൂടുതലായിട്ട് പൈസയൊക്കെ കയ്യിലുള്ളവരൊക്കെ ആ പ്രായമുള്ളവരായിരിക്കും മിക്കവാറും പേര്. പലരും ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ പെൻഷനില്ല. പലരും പെൻഷന് വേണ്ടിയിട്ട് അന്നേരം ഒരു സമ്പാദ്യത്തിലേക്ക് തിരിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നൊക്കെ അവർ നല്ല ആരോഗ്യത്തോടു കൂടി പണിയെടുത്ത് നടക്കുന്നവർക്ക് ആ സമയത്ത് അവർ പെൻഷനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു 60 വയസ്സ്, ഞങ്ങളൊരു ഇന്നത്തെ ഒരു അനുഭവം വെച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ കാണുന്ന ഒരു അനുഭവമാണ്, എൻ്റെ സ്വന്തമുള്ള അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നത്. ഒരു 60 അല്ലെ 65 വയസ്സ് മാക്സിമം അതാവുമ്പോഴത്തേനും നമുക്ക് മാസം തോറും നല്ലൊരു എമൗണ്ട്, ഏത് വരുമാനക്കാരനും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളവനും, അല്ലെങ്കിൽ ഇനി വേറെ സമ്പാദ്യം മറ്റു മാർഗങ്ങളിൽ കൂടി ഉള്ളവനും, ചിലർ പറയും എനിക്ക് വാടക കിട്ടാനുണ്ട്, അല്ലെങ്കിൽ വേറെ സമ്പാദ്യങ്ങളുണ്ട്, കൃത്യമായിട്ട് ഇൻകം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു 60-65 വയസ്സാകുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എത്ര പൈസ വേണോ നമുക്ക് ഒരു മാസം ജീവിക്കാൻ, അതിൻ്റെ ഒരു 3/4 ഭാഗം പൈസ എങ്കിലും ആ സമയമാകുമ്പോൾ റെഗുലറായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്തണം. ഇല്ലെങ്കിലുള്ള ദൂഷ്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു നല്ലൊരു ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും പണി എടുക്കേണ്ടി വരും. ആ പണിയിനോട് കൂടുതൽ നമ്മൾ പിന്നെ അറ്റാച്ച്മെന്റ് ആകുമ്പോൾ നമുക്കൊരു ജീവിതം ആസ്വദിക്കാനുള്ള സമയമാണ് ഈ 60 വയസ്സ് 65 വയസ്സിനൊക്കെ ശേഷം. അതുവരെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള പണത്തിന് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് എവിടെ ജീവിതം ആസ്വദിക്കാൻ സമയം? ആസ്വദിക്കാനല്ല, അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലാത്തൊരു സാഹചര്യം വരും. അതിനുവേണ്ടി LIC വന്നിരിക്കുന്ന 2 പദ്ധതികളുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിങ്ങൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയോ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് മിനിമം 10 ലക്ഷം ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ നമുക്ക് ഒരു വർഷം 10-70,000 രൂപ, അത് പ്രായം അനുസരിച്ച്. അപ്പൊ 50 വയസ്സുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ കിട്ടും 55 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇടുന്നതെങ്കിൽ. അതിൽ കൂടുതൽ കിട്ടും 60 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ. 0.1%, 2%, 3% വെച്ചിട്ട് കൂടി കിട്ടും. പക്ഷെ അതിപ്പം നമ്മൾ പറയുമ്പോൾ, ഞങ്ങൾ എന്ന് ഫീൽഡിൽ പറയുമ്പോൾ ഓരോരുത്തരും പറയുന്നത് ബാങ്കിൽ അതിൽ കൂടുതലുണ്ടല്ലോ, അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതിൽ കൂടുതലുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ബാങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ബാങ്ക് സ്വീകരിക്കുന്നത് ഒന്നല്ലെങ്കിൽ 444 ദിവസം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദിവസം പറഞ്ഞിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ നമുക്ക് പലിശ തരുന്നത്. അത് ഒരിക്കലും അയാളുടെ ജീവിതകാലം മുഴുവനും അല്ല. RBI, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ LICയുടെ ഫിക്സഡ് പദ്ധതികൾ, അത് ഫിക്സഡ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് പിറ്റേ വർഷം മുതൽ, ഇല്ലെങ്കിൽ 5 വർഷം, പരമാവധി 5 വർഷം വരെ ഇപ്പോൾ ഡെഫേർഡ്, അതായത് നീക്കി വെക്കാം, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് മതി എന്നുള്ള രീതിയിൽ ഇടുമ്പോൾ നമുക്ക് 6 പോയിന്റ് മുതൽ 10 സംതിങ് വരെ ഇൻട്രസ്റ്റ് കിട്ടുന്ന പദ്ധതികൾ LICയിലുണ്ട്. അത് ഓരോരുത്തരുടെയും വയസ്സ്, അവരിടുന്ന പ്രീമിയം, അവരിടുന്ന ക്യാഷ്, പിന്നെ അവർക്ക് എന്ന് മുതൽ വേണം. പരമാവധി 5 വർഷം വരെയാണ് നീട്ടി വെക്കാൻ പറ്റുള്ളൂ. ചിലർ പിറ്റേ മാസം മുതൽ വേണമെന്ന് പറയുന്നവരുണ്ട്, ചിലർക്ക് 5 വർഷം കഴിഞ്ഞു മതി. അത് അവരുടെ വയസ്സും ഇമ്പത്തെ വരുമാനം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അപ്പോൾ കൂടുതൽ പ്രായമുള്ളവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് തിരഞ്ഞെടുക്കാൻ. 8-9 തരം ഓപ്ഷൻസ് ഉണ്ട്, 9 അല്ല, അതിൽ കൂടുതൽ തരങ്ങൾ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ആൾക്കാർ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കാലശേഷം പൈസ നോമിനിക്ക് ചിലർ മേടിക്കുന്ന ഓപ്ഷൻ അങ്ങനെയാണ്. നമ്മളിപ്പോ പെൻഷൻ വാങ്ങി നമ്മുടെ കാലശേഷം അവകാശിക്ക് പൈസ, ചിലര് നമ്മുടെ കാലശേഷം അവകാശിക്കും കൂടി പെൻഷൻ വാങ്ങിക്കഴിഞ്ഞിട്ട് നോമിനിക്ക് പൈസ കൊടുക്കുന്ന തരത്തിൽ തിരഞ്ഞെടുക്കും. ചിലർക്ക് പൈസ വേണ്ട തിരിച്ച്. അങ്ങനെ ആണെങ്കിൽ ഓരോ വർഷവും 3% വെച്ചിട്ട് ഇൻക്രീസിങ് ആയിട്ട് നമുക്ക് പെൻഷൻ വാങ്ങാം. പിന്നെ ലാസ്റ്റ് അവകാശിക്ക് ആർക്കും കൊടുക്കണ്ട, നമുക്ക് നന്നായിട്ട് പെൻഷൻ മതി എന്ന് തീരുമാനിക്കുന്നവരുണ്ട്.
ചിലർക്ക് മറ്റ് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് സർവ്വസാധാരണമായിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻസ്. ചിലർക്ക് കുറച്ച് വർഷം മതി പെൻഷൻ, അത് കഴിഞ്ഞിട്ട് എൻ്റെ പൈസ എനിക്ക് തിരിച്ചു വേണം. അങ്ങനെ ഏത് തരത്തിലുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സംവിധാനം ഈ പദ്ധതികളിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നമുക്കിടെ ആ സൈസുള്ള പദ്ധതി തിരഞ്ഞെടുക്കാം. പിന്നെ ഇതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുമ്പോൾ ഇന്ന് ബാങ്ക് റേറ്റിലുള്ള അതേ ഇൻട്രസ്റ്റ് ഇതിനകത്ത് കിട്ടിയില്ലെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനാണ്. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്ന ജീവിതത്തില് മനുഷ്യന്റെ ഒരു റിസ്ക് സംഭവിക്കുന്ന ചെറുപ്പകാലത്തില്, അതായത് നമ്മളൊരു കുടുംബം ആയിട്ട് ജീവിച്ചു പോകുമ്പോൾ ചെറുപ്പകാലത്തിൽ മരണപ്പെടുന്നതും ദീർഘകാലം ജീവിക്കുന്നതുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതകാലങ്ങൾ. കാരണം കൂടുതൽ കാലം ജീവിക്കുക, ഇപ്പൊ ചിലരൊക്കെ 90 വയസ്സ് 100 വയസ്സ് ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളൊരു ഏറ്റവും നന്നായിട്ടൊക്കെ ആരോഗ്യത്തോടു കൂടി പണിയെടുക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടി ഇപ്പൊ ചിലരൊക്കെ 75 വയസ്സ് വരെയൊക്കെ പണിയെടുക്കും. അതിൽ കൂടുതൽ പണിയെടുക്കുന്നവരുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ പണിയെടുത്ത് നമ്മൾ ജീവിക്കണേൽ അതൊക്കെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി, പിന്നെ നമ്മുടെ ബിസിനസ് പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുക എന്നല്ലാതെ അപ്പോഴും പണിയെടുത്ത് ജീവിക്കേണ്ടി വരാതെ കൃത്യമായിട്ടൊരു എമൗണ്ട് എന്തിനാന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും ഇപ്പൊ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ മക്കൾക്ക് കൈമാറിയാലും ചില സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് നമ്മുടെ സമ്പാദ്യം പിന്നെയും കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും മുതലുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പണത്തിന് ആവശ്യം വന്നാൽ അതിന് പല പ്രായമായി കഴിയുമ്പോൾ പല നിയന്ത്രണങ്ങളുണ്ടാകും. മക്കളായിരിക്കും ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പ്രായമായവരെ പറ്റിക്കാൻ ആൾക്കാരുണ്ടാവും മക്കളില്ലെങ്കിൽ. ഇപ്പൊ മക്കൾ പറയും എന്തിനാണ് അത് വിൽക്കേണ്ടത്, എന്തിനാണ് ഇപ്പൊ അത് ചെയ്യണത്. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല. അപ്പൊ മക്കളോട് മക്കൾ തരുമെന്ന് വിശ്വസിച്ചാൽ ഒരു 4 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ തരത്തില്ല. അപ്പൊ പൈസയായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ലിക്വിഡ് ക്യാഷ് ആയിട്ട് കിട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പൈസ അതേപടി തന്നെ നമ്മുടെ അവകാശിക്ക് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനവും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഉള്ള പോളിസികളാണ് നമുക്ക് LICയിൽ തരുന്നത്. അപ്പൊ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സന്തോഷപ്രദമാക്കണമെങ്കിൽ, എല്ലാ പൈസ ഉണ്ടെങ്കിൽ എല്ലാം സന്തോഷപ്രദമല്ല, പക്ഷെ പണിയെടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പദ്ധതികളിൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ 28-ാം തീയതി കഴിയുമ്പോഴത്തേനും ഇനിയും ഈ പദ്ധതികളുടെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഇൻട്രസ്റ്റിന്റെ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ RBI ഇത് കുറയ്ക്കുമ്പോഴും പിന്നെയും നമുക്ക് ഈ പറയുന്ന പോലെ പൈസ ഇവിടെയും കുറയും. അപ്പൊ പുതിയ പദ്ധതിയായിട്ട് പിന്നീടും വരും. അപ്പൊ ഇപ്പൊ കിട്ടുന്ന അതേ റേറ്റ് ആയിരിക്കില്ല കിട്ടുന്ന, ശകലോടെ കുറയും. പക്ഷെ ഇപ്പൊ ഇടുന്ന ആളുകൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ റേറ്റ് അയാളുടെ ജീവിതകാലം മുഴുവൻ LIC തരും. അതാണ് LICയുടെ ഒരു പ്രത്യേകത. അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെ സെക്യൂരിറ്റി, LICക്കുള്ള സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന നമ്മുടെ പൈസ ഇന്ത്യ ഗവൺമെന്റ് ആണ് സോവറിൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. വേറെ എവിടെ ഇട്ടാലും നമുക്ക് അത്രയും ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ LICയുടെ ബോണ്ട് കൊടുത്ത ഒരു KSFE ചിട്ടി ഉണ്ടെങ്കിൽ അതിന് ജാമ്യമൊക്കെ KSFE ഈ LIC ബോണ്ട് സ്വീകരിക്കുന്നത് സറണ്ടർ വാല്യൂ അനുസരിച്ച് LIC ബോണ്ട് വെച്ചുകൊണ്ട് നമുക്ക് KSFE ചിട്ടിയുടെ പൈസയൊക്കെ തരുന്നത് അതിന് ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 2 ലക്ഷം മുതൽ മിനിമം 2 ലക്ഷം മുതൽ ഇടുന്ന ആൾക്കും മാസം 1000 രൂപ കൂടുതൽ, പ്രായം അനുസരിച്ച് മിനിമം 1000 രൂപ കൂടുതൽ പെൻഷൻ മേടിക്കാനുള്ള പൈസ നിങ്ങളുടെ പ്രായത്തിൽ ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഇട്ടാൽ 2 ലക്ഷം കൊണ്ട് ചിലപ്പോൾ 1000 രൂപ വരൂലായിരിക്കും. പക്ഷെ ഒരു 50-60 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് 2 ലക്ഷം രൂപയൊക്കെ ഇട്ടാലും മിനിമം പെൻഷൻ 1000 രൂപ മന്ത്ലി മേടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് നിങ്ങൾ ഇടുന്ന എമൗണ്ടിനനുസരിച്ച് എത്ര വേണം, എത്ര നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുള്ളത് നോക്കി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, പിന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ പൈസ പിൻവലിക്കാൻ അത് സാധിക്കും. നിങ്ങൾക്ക് സറണ്ടർ ചെയ്തെടുക്കാം. നിങ്ങളൊരു ലെറ്റർ കൊടുത്താൽ മതി. ഒരു നമുക്കൊരു വലിയ ആശുപത്രി കേസാണ് വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്താലും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തന്നെ മേടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷം മറ്റു മക്കള് ഇനിയിപ്പോ അവരെ ആവശ്യം വന്ന് എന്തൊക്കെ പറഞ്ഞാലും അവര് ചെന്നാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഒരിക്കലും LICന്ന് പൈസ കൊടുക്കൂല. അതാണ് നിങ്ങൾ LICയിൽ നിക്ഷേപിച്ചാലുള്ള ഗുണം. മറ്റേത് ബാങ്കിൽ കിടക്കുവാണെങ്കിലും ഇപ്പൊ മക്കളൊരാവശ്യം വന്ന് ചിലപ്പോ നമുക്ക് പറ്റില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ടോർച്ചർ ചെയ്തുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകുന്ന നിരവധി ആൾക്കാരെ എനിക്കറിയാം. കാരണം അവര് പൈസ ഇട്ടായിരുന്നു, ഓരോരാവശ്യം വരും, ചിലര് കരഞ്ഞു പറയും, അവരുടെ ദുഃഖം കാണുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കും, ചിലരെ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ട് പോകും. അപ്പോഴും നമ്മുടെ ജീവിതമാണ് കട്ടപ്പുകയാവുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പൈസയില്ല.
എന്തിനും മക്കളോട് ആശ്രയിക്കേണ്ടി വരുന്നു. പിന്നെ നമ്മൾ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. നല്ല സിംഹമായിട്ട് ജീവിച്ചിട്ട് പൂച്ചക്കുട്ടിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഈ പദ്ധതി ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.